സനോജ്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മാറ്റമൊക്കെ വലിയ തോതിൽ കഴിഞ്ഞൊരു 10 വർഷക്കാലം, അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ്, സനോജിനൊക്കെ നന്നായി അറിയാം, ആ അപകടങ്ങൾ ഒഴിവാക്കാൻ, വാഹനാപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ അവിടെ ഭൂഗർഭപാത, അടിപ്പാത നിർമ്മിച്ചു. അതുപോലെ തന്നെ ഏതാണ്ട് 700-ൽ പരം കോടി രൂപയാണ് ഈ കാലയളവിൽ ആകെ മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ചിട്ടുള്ള, കിഫ്ബിയിലൂടെയും മറ്റും പണം കണ്ടെത്തി. അതുകൊണ്ടുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ മാസ്റ്റർ പ്ലാനുണ്ട്. ആ മെഡിക്കൽ കോളേജിനകത്ത് ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അടിസ്ഥാനപരമായ ഒരു രൂപരേഖയുണ്ട്. ആ രൂപരേഖയ്ക്ക് അനുസരിച്ചാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. നമ്മളത് പറയാൻ കാര്യം, ഈ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ കണ്ടിടത്തൊക്കെ പണം വരുന്നതിനനുസരിച്ചുകൊണ്ട് കെട്ടിടം പണിതു വെക്കുക, ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടാകാതിരിക്കുക. ഇന്നലെ അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ ദിവസമാണ്. കാരണം ഈ പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ ഈ JCBകൾക്ക്, മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് ഉള്ളിലേക്ക്, ഈ പറഞ്ഞ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക്, തകർന്നു വീണ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതുമൊക്കെ പരിഹരിച്ചിട്ടാണ് ഒടുവിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തിയതും എല്ലാം. അപ്പോഴാണ് ആ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തതും ഒക്കെ. ഞാനിത് പറയാൻ കാര്യം, സനോജ്, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സ്ക്രീനിലുണ്ട്, പ്രേക്ഷകർ കാണുകയാണ്. ഇതിനിടയിൽ ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ഉപയോഗശൂന്യമായ കെട്ടിടം എന്താണ് അവിടെ നിലനിർത്തിയത് എന്ന് വെച്ചാൽ അതിനർത്ഥം വളരെ സിമ്പിളാണ്, പൊളിച്ചുകൂടായിരുന്നോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഒഴിവാകുമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ചോദ്യമായി തന്നെ എടുത്താൽ ഒരു കാര്യം, എന്താണ് അതിന് പറയാൻ കഴിയുന്ന വിശദീകരണം എന്നതുകൂടി സനോജിൻ്റെ കൂടി അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്താണ്? നേരത്തെ 2013-ൽ ബലക്ഷയം കണ്ടെത്തി, അന്നത്തെ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നു. 16 വരെ ഒന്നും സംഭവിച്ചില്ല. 16-ന് വന്ന സർക്കാർ ആ റിപ്പോർട്ടടക്കം പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ആകെ വികസനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന വാർഡുകളടക്കം, ഇപ്പോൾ സനോജ് പറഞ്ഞ 10, 11, 14 വാർഡുകളടക്കം മാറ്റുന്നതിന് ഇതാ ഇപ്പോൾ സനോജ് നിൽക്കുന്ന ഒരു വലിയ കെട്ടിടം കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി നിർമ്മിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപകടം കണ്ടെത്തിയപ്പോൾ അതിന് ബദലായി അവിടെ മറ്റു സൗകര്യം, സർജിക്കൽ ബ്ലോക്കാണെന്നുള്ള ആലോചിക്കണം, ശ്രമം നടത്തി. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് ഭരണപരമായി തന്നെ തീരുമാനങ്ങളെടുത്ത് നടത്തിവരുന്ന ഘട്ടമായിരുന്നു. അതിൻ്റെ ആ ഘട്ടത്തിനിടയിലാണ് നിർഭാഗ്യകരമായി സംഭവം ഉണ്ടായത്. മാത്രമല്ല സനോജ്, അതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായും ഒട്ടും സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി പൂർണ്ണമായി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും ഇപ്പോൾ DME തലത്തിൽ നിന്നൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുമുണ്ട്. ഇതാണ് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഇത്രയും യാഥാർത്ഥ്യങ്ങളിൽ സനോജ് കൂട്ടിച്ചേർക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, ഇങ്ങനൊരു ബലക്ഷയം കണ്ടപ്പോൾ അത് പൊളിച്ചുകൂടായിരുന്നോ എന്ന് അതിവേഗം അപകടം കാണുമ്പോൾ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അതിനർത്ഥം ഒന്നും ചെയ്യാതെ നിൽക്കുന്നു എന്ന ഒരു ധ്വനിയിൽ നിന്നാണ്, പ്രതീതിയിൽ നിന്നാണ്. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ കോട്ടയത്തെ അനുഭവത്തിൽ നിന്ന് സനോജ് എന്തു പറയും? ഞാൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തെങ്കിലും. കോട്ടയത്തെ ഈ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് വലിയ ഒരു സാധ്യതയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുണ്ട്, മെഡിക്കൽ കോളേജുമുണ്ട്. മെഡിക്കൽ കോളേജിലെ ഒരു സാഹചര്യം എന്ന് പറയപ്പെടുന്നത് 100 രോഗികൾക്ക് ഒരു ചികിത്സ കൊടുക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഇടത്തേക്ക് 1000-ലേറെ രോഗികളാണ് ഒരേ സമയത്ത് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഓർത്തോപീഡിക് വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 11, 12, 13 വാർഡെന്നൊക്കെ പറയുന്നത് ഒടിവ്, ചതവ്, മറ്റ് വാഹനാപകടങ്ങളിൽ പരിക്ക് പറ്റിയ ആളുകളൊക്കെ കൂട്ടത്തോടെ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് സ്വകാര്യ ആശുപത്രി. ഇപ്പം ഇന്നലെ ഈ വാർത്ത ഉണ്ടായതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കാല് ഒടിഞ്ഞ് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനാപകടത്തിലുണ്ടായ സംഭവ വികാസമാണ്. അത് ഒടിഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ, കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോൾ ആ കാല് മുറിച്ചു മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നൽകിയത്. അദ്ദേഹം ആ കാല് മുറിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശം കേട്ട ഉടൻ തന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നു. അങ്ങനെ എത്തി അദ്ദേഹത്തിൻ്റെ കാല് സർജറിയിലൂടെ വീണ്ടും സുഖപ്പെടുത്തുന്നു. ഇന്ന് അദ്ദേഹം ആ കാല് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. അപകടമുണ്ടായതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ കാല് തുന്നിച്ചേർത്ത ഒരിടം കൂടിയാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജ്. അദ്ദേഹത്തിന് കാര്യമായ പണം ചിലവാക്കേണ്ടി വന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഞാനിത് പറയാൻ കാരണം, ഈ 11, 12, 13 പോലുള്ള വാർഡുകളിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് നിന്ന ആളുകളെ കൂട്ടത്തോടെ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 പേര് വരുന്നിടത്ത് 1000 പേര് വരികയാണ്. 100 പേർക്ക് സൗകര്യമുള്ള ഇടത്തേക്കാണ് 1000 പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർഡിൻ്റെ ഈ വരാന്തയിലൂടെ പലപ്പോഴും നടന്നു പോകുമ്പോൾ ഈ വരാന്തയിലൊക്കെ നിരവധി ആളുകൾ, ഒടിവും ചതവും സംഭവിച്ച ആളുകൾ, സർജറിക്ക് വിധേയമായ ആളുകളൊക്കെ പാവിരിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് സങ്കടം വരുത്തുന്ന കാഴ്ചയാണ്. പക്ഷേ അവിടെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലും കിട്ടുന്ന ഇടത്ത് എങ്ങനെയെങ്കിലും തലചായ്ക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരുന്നു രോഗികൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ. അങ്ങനെ 320 പേർക്ക് മാത്രം കിടക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഇടത്തേക്ക് 1000 അല്ലെങ്കിൽ 600-ൽ ഇരട്ടിയിലേറെ ആൾക്കാർ ഒരേ സമയത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്
542 പേർക്ക് കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണമുള്ള ഈ കെട്ടിടത്തിൻ്റെ സൗകര്യമെന്ന് പറയപ്പെടുന്നത് എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സൗകര്യമുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയത്. അത് ശരത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 100 പേർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 100 പേർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഇടത്തേക്ക് 1000 പേർ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അപ്പം അവരെ നമുക്ക് പൊതുനിരത്തിൽ കിടത്താൻ കഴിയുകയില്ല. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കി അത് പ്രവർത്തന സജ്ജമാക്കുന്നത് വരെ ഉള്ള സൗകര്യത്തിൽ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ പുലർത്തിയ ജാഗ്രത.